ഓരോ ദിവസവും നമ്മൾ യാത്രയാവുകയാണ്. ഞാൻ ഇന്നലത്തേക്കാൾ ഒരു ദിവസം കൂടി എൻ്റെ ഖബറിലേക്ക് അടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ദിവസം എത്രയെന്ന് എനിക്കറിയില്ല. അതിന് ഒരു ദിവസമാണോ, ഒരു കൊല്ലമാണോ, ഒരു പതിറ്റാണ്ടാണോ, അറിയില്ല. നമ്മുടെ എല്ലാം ജീവിതം ഓരോ നിമിഷവും എണ്ണിക്കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എവിടെ വെച്ചാണ് ലോകത്തോട് വിട പറയുകയെന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഞാനും മുസ്തഫ ഹാജിയും കൂടി ബംഗാളിൽ നിൽക്കുമ്പോഴാണ് പൂക്കോത്തുള്ള ഒരു SSFന്റെ പ്രവർത്തകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഡൽഹിയിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടിട്ടുണ്ട്, അവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ അപ്പോൾ തന്നെ ആ ഫോൺ ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തു, ഇതാരാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകനാണ്. എങ്ങനെ ഡൽഹിയിലെത്തിയതാണ്? നോക്കുമ്പോൾ ഡൽഹിയിൽ ടൂറിന് പോയി കൂട്ടുകാരോടൊപ്പം. എന്നിട്ട് അവർ റൂമിൽ കിടന്നു. ചെറിയ എന്തോ ഒരു അസുഖമുണ്ടായിരുന്നു. രാവിലെ വിളിക്കുമ്പോൾ ഉണരുന്നില്ല. 17 വയസ്സോ മറ്റോ പ്രായമുള്ളൂ അല്ലേ? ഈ അടുത്ത നാട്ടുകാരനല്ലേ? മിഥിലാജ് എന്നാണ് പേര്. ആ ചെറുപ്പക്കാരൻ വിട്ടുപിരിഞ്ഞു പോയില്ലേ? അതെനിക്കുള്ള വഴലല്ലേ? നിങ്ങൾക്കുള്ള ഉപദേശമല്ലേ? നമുക്കുള്ള ഓർമ്മപ്പെടുത്തലല്ലേ? അതാ ലോകത്തറിയപ്പെട്ട പണ്ഡിതനായ ബഹുമാനപ്പെട്ട മക്കയിലെ ശാഫിഈ മുഫ്തിയായിരുന്നവർ ഇതാ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ വെച്ച് വഫാത്തായി പോയി. ഇതുപോലെ എത്രയെത്ര ആളുകൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഉണർന്നില്ല. ഗൾഫിലേക്ക് പോയിട്ട് അവിടെ എത്തിയില്ല, അവിടുന്ന് തിരിച്ചിട്ട് ഇവിടെ എത്തിയില്ല, നാട്ടിലെ എയർപോർട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയില്ല. അതുപോലെ ഓരോ മനുഷ്യരും എത്ര വേഗം യാത്രയാവുകയാണ്. അതെല്ലാം എനിക്കും നിങ്ങൾക്കുമുള്ള വഅളാണ്, നസീഹത്താണ്. പ്രിയമുള്ളവരെ, നമ്മൾ അനാവശ്യമായ ഒരു ചാറ്റ് ചെയ്യുമ്പോഴാണ് അസ്രാഈൽ വരുന്നതെങ്കിൽ അന്ത്യം എത്ര മോശമായി പോകും. ഒരന്യ പുരുഷന്റെ കൂടെയാണ് റൂം പങ്കിടുന്ന നേരത്താണെങ്കിൽ ഇന്നാലില്ലാഹ്, ഒരന്യ സ്ത്രീയുടെ കൂടെ ഒറ്റക്കാകുമ്പോഴാണെങ്കിൽ ഇന്നാലില്ലാഹ്. ഇതൊക്കെ ആലോചിച്ചിട്ട് ചിട്ടയിൽ ജീവിക്കാനല്ലേ മുഅ്മിനീങ്ങളെ നമ്മൾ ഒരുങ്ങേണ്ടത്. ഈ വഅളുകൾ എന്തിനുള്ളതാണ്? എന്നെയും നിങ്ങളെയും ആഖിറം ചിന്തിപ്പിക്കാനുള്ളതാണ്.